ഇവിടെ ശ്രീ ബാഹുലയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അരുൺ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ സംസാരിച്ച ഒരു കാര്യം കൂടി തുടക്കത്തിൽ പറയട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ള, ജനങ്ങളോട് ഇക്കാര്യങ്ങൾ പറയാനുള്ള വലിയ ഉത്തരവാദിത്വവും ബാധ്യതയും BJP എന്ന പാർട്ടിക്കുണ്ട്. നിശ്ചയമായും ആ പാർട്ടിക്ക് അതുണ്ട്. പക്ഷേ ചർച്ചകളിലേക്ക് BJP പ്രതിനിധികളെ, BJP മാധ്യമ വക്താക്കളെ ഈ ചർച്ചയിലേക്ക് വിടാൻ ഇല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ ചർച്ചയിലേക്ക് വിഷയം ഇതാണ് എന്നറിയിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി എന്നതുകൂടി പ്രേക്ഷകരോട് പ്രത്യേകം പറയേണ്ടതുണ്ട്. പ്രസിഡന്റിനോട് ചോദിച്ചാൽ പ്രസിഡന്റ് പ്രകോപനപരമായി വളരെ അധിക്ഷേപകരമായൊക്കെ പെരുമാറുകയും വർത്തമാനം പറയുകയും ചെയ്യും. ചർച്ചകളിലേക്ക് വിഷയത്തിൽ ജനങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സംശയങ്ങൾ, ദുരൂഹതകൾ എല്ലാം വിശദീകരിക്കാൻ, ആ ചർച്ചകളിൽ പങ്കെടുക്കാൻ ഉത്തരവാദപ്പെട്ട പാർട്ടി അതിന് സന്നദ്ധവുമല്ല എന്നുള്ളതാണ് ഈ ചർച്ചയിൽ. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ BJP പ്രതിനിധി ഇല്ലാത്തത് എന്നത് പ്രത്യേകം പറയേണ്ടതുണ്ട്. അതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ശ്രീ ബാഹുലയൻ, ഇതിലിപ്പോൾ അരുൺ പറഞ്ഞതിൻ്റെ തുടർച്ചയൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആത്മഹത്യാക്കുറിപ്പ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആത്മഹത്യാക്കുറിപ്പ് വലിയ ഗൗരവമുള്ള പല വിഷയങ്ങളും പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ചോദ്യങ്ങളായി നിൽക്കുകയാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ കാട്ടുന്നത് അനിലിൻ്റെ ആത്മഹത്യാക്കുറിപ്പാണ്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഞാൻ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കാം. ഞാൻ കഴിഞ്ഞ 12 വർഷമായി വലിയശാലയിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഫാം ടൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ്. എന്നെ ഏൽപ്പിച്ച നാൾ മുതൽ, എന്നെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അനിലിനെ ഈ ചുമതല, പ്രസിഡന്റ് എന്ന ചുമതല ആരോ ഏൽപ്പിച്ചു എന്നല്ലേ അതിനർത്ഥം. എന്ന് വെച്ചാൽ അതിലൊരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു മനസ്സും കാര്യങ്ങളും അതിലില്ലേ. എന്നെ ഏൽപ്പിച്ച നാൾ മുതൽ ഞാനും സെക്രട്ടറിയും ഭരണസമിതിയും യാതൊരു വീഴ്ചകളും വരുത്താതെ സംഘത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് മരണക്കുറിപ്പിലും ആത്മഹത്യാക്കുറിപ്പിലും അദ്ദേഹം എഴുതി വെക്കുകയാണ്. അരുൺ പറഞ്ഞതുപോലെ പക്ഷേ അവിടെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, കടബാധ്യതയിലേക്ക് ആ സൊസൈറ്റി പോകും വിധം ആരാണപ്പോൾ അണിയറയിൽ നിന്ന് പ്രവർത്തിച്ചത് എന്ന ചോദ്യമുണ്ട്. അടുത്ത പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട്. എന്ന് വെച്ചാൽ വായ്പ എടുത്തു പോയവർ തിരിച്ചടയ്ക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പുറത്ത് ധാരാളം തുക കിടക്കുന്നു. എന്നാൽ നിക്ഷേപം നടത്തിയ ആളുകൾ, നിക്ഷേപകർ പണം തിരിച്ച് ചോദിക്കുന്നു, കൊടുക്കേണ്ടിയും വരുന്നു. അപ്പോൾ അവിടെയാണ് പറയുന്നത്, നമുക്ക് തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട്, നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. അതായത് BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള, തിരുവനന്തപുരം നഗരസഭ കൗൺസിലറായിട്ടുള്ള, RSSലൂടെ കടന്നു വന്ന് BJP രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതുന്നു, നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, എന്നെ ഏൽപ്പിച്ച നാൾ മുതൽ ഞാനും സെക്രട്ടറിയും. 2 കാര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നു, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വല്ലാതെ മാനസിക ആഘാതം നേരിടുകയാണ്, ഇപ്പോൾ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ്. ഈ ആത്മഹത്യാക്കുറിപ്പിലൂടെ BJP രാഷ്ട്രീയത്തെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അനിലിൻ്റെ മരണത്തിന് ശേഷം, ആത്മഹത്യയ്ക്ക് ശേഷം ഈ ആത്മഹത്യാക്കുറിപ്പിലൂടെ അടക്കം മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇപ്പോഴത്തെ നേതൃത്വം എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ദുരൂഹതകളാണ് ഇതിൽ നിൽക്കുന്നത്? ഏറ്റവും വലിയ ദുരൂഹത ഈ ഉത്തരവാദിത്വം, ഈ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള BJP നേതാക്കൾ ഒരു ശ്രമം നമ്മൾ പരിശോധിക്കണം. ഒന്ന്. രണ്ടാമത്, എന്തിനാണ് ഈ സമനില തെറ്റി ഈ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ സംസാരിക്കുന്നത്? പരിശോധിക്കേണ്ട വിഷയമാണ്. മറ്റൊന്ന്, ഈ രാജീവ് ചന്ദ്രശേഖർ ഈ മാധ്യമപ്രവർത്തകരുടെ മേൽക്കിട്ട് കയറുന്ന ഒരു കാഴ്ച ഞാൻ TV കണ്ടു. തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ഒരു മാന്യൻ വലിയ ചിരിയാണ് സ്വന്തം സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ. എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഞാൻ അന്വേഷിച്ചിടത്തോളം അവിടെ ഒരു കൗൺസിലറുണ്ട്, പുന്നയ്ക്കാമുകൾ വാർഡ് കൗൺസിലറാണ്, ഒരു ലേഡിയാണ്. അവർ BJP കൗൺസിലറാണ്. അവർക്കൊരു കർമ്മസേനയുണ്ട്. ആ കർമ്മസേന ധാരാളം പൈസ ലോൺ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന്. മറ്റൊന്ന് 6 കോടി രൂപയാണ് ആകെ അവിടെയുള്ള നിക്ഷേപം. ഈ 6 കോടി രൂപയെന്ന് പറയുന്നത് ഈ പാവപ്പെട്ട അനിൽ, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന അനിൽ, വളരെ മാന്യനായ മനുഷ്യൻ, ഈ 6 കോടി രൂപ സ്വന്തം സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സ്വരൂപിച്ചിട്ടാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അതിൽ 4 കോടി 10 ലക്ഷം രൂപ ഈ ചിട്ടിയും അതും കാര്യങ്ങളിലുമൊക്കെ പോയി കിടക്കുകയാണ്. അത് തിരികെ കിട്ടുന്നില്ല. ഈ 6 കോടി രൂപയിൽ 4 കോടി 10 ലക്ഷം രൂപ പോയാൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഈ പൈസ തിരികെ കൊടുക്കുക? അദ്ദേഹം വളരെ വിഷമിച്ച് ഈ നേതാക്കന്മാരെ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ അവർ കൈമലത്തി. ഇതിനകത്തുനിന്ന് പൈസ കൊണ്ടുപോയവരെല്ലാം കൈമലത്തി. ഈ പറയുന്ന ഈ പുന്നയ്ക്കാമുകൾ അവിടുത്തെ ആ കൗൺസിലർ ലേഡി, അവർ വിജിലൻസ് കേസിൽ പ്രതിയാണ്, അന്വേഷണം നേരിടുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഈ മരിച്ചൊരാൾ കിടക്കുന്നു,
ഉടൻ ഒരു പത്രസമ്മേളനം. അതെന്ത് എവിടെ എന്തെങ്കിലും വിഷമമുണ്ടോ ഇവർക്ക്? ആ പാവപ്പെട്ട അധ്യാപിക അവർ ചോദിക്കുന്നു, നിങ്ങൾ ഇത്രയൊക്കെ ഞങ്ങൾ സഹായിച്ചല്ലോ, ഞങ്ങളുടെ ആൾ പോയല്ലോ, നിങ്ങൾ കാരണം അദ്ദേഹം പോയല്ലോ എന്നല്ലേ പറയുന്നത് വിലപിച്ചുകൊണ്ട്. അതിലെന്ത് മറുപടി ഇവർ പറഞ്ഞു? ഇവർ സമനില തെറ്റി വേറെ നേതാക്കന്മാർ ചിരിച്ചും കളിച്ചും പത്രസമ്മേളനത്തിന് അഭിസംബോധന ചെയ്ത് ഞാൻ കണ്ടല്ലോ. ഇത് ഈ അനിൽ ആയതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അനിലിനെ എനിക്ക് ഈ പാർട്ടിയിൽ വന്ന കാലം മുതൽ എനിക്കറിയാം. എത്ര നല്ല മനുഷ്യനാണ്. നമ്മൾ ഈ കോർപ്പറേഷനിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ആത്മാർത്ഥമായി ചെയ്തു തരുന്ന ഒരാളായിരുന്നു. യാതൊരു വിധത്തിലുള്ള തെറ്റും ചെയ്യാത്ത, യാതൊരു അഴിമതി നടത്താത്ത ആളാണ് അദ്ദേഹം. എന്നിട്ട് അതിലെ ബോർഡ് മെമ്പർമാർ ഈ പുന്നയ്ക്കാമോൾ ആ ലേഡി കൗൺസിലർ, എനിക്ക് തോന്നുന്നു അവർ അതിൻ്റെ ബോർഡ് മെമ്പറാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളെ ബോർഡല്ല, ഇതെല്ലാം പണം അടിച്ചുകൊണ്ട് പോയത് ഈ പാവപ്പെട്ട മനുഷ്യനാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിന് 2 പെൺകുട്ടികളുണ്ട് എന്ന് ഓർക്കണം. 2 പെൺകുട്ടികൾ, 2 കുഞ്ഞുങ്ങളുള്ളൊരു അമ്മ അവിടെ ഉണ്ടെന്ന് ഓർക്കണം. അവർ ടീച്ചറാണെന്ന് ഓർക്കണം. അവർ വിലപിക്കുകയാണെന്ന് ഓർക്കണം. അവരെ സമാശ്വസിക്കേണ്ട കടമ അവർക്കുണ്ട്. അതൊന്നും ചെയ്യാതെ പത്രക്കാരെ മേക്കിട്ട് കയറിയാൽ മതിയോ? റൈറ്റ്.